യുവത്വവും പരിചയസമ്പത്തും നേർക്കുനേർ പോരാട്ടത്തിലാണ് കോഴിക്കോട് നാദാപുരം മണ്ഡലത്തിൽ. ഇടതുകോട്ട പിടിച്ചെടുക്കാൻ യുവനേതാവ് KM അഭിജിത്തിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ ഇടതു സ്വാധീനം ഇത്തവണയും കൈവിടില്ല എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. മുസ്ലിം ലീഗിന്റെ ഹമീദ് അലി ഷംനാട് ജയിച്ചത് മാറ്റി നിർത്തിയാൽ നാദാപുരം എന്ന മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയം നേടിയിട്ടുള്ളൂ. മണ്ഡലത്തിന്റെ ഇടതുപക്ഷ അടിത്തറയിലുള്ള ഈ വിശ്വാസമാണ് LDFന്റെ കരുത്ത്. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസിന്റെ പേരാണ് സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചിരുന്നത്. മുൻ MLA സത്യൻ മൊഗേരയുടെ ഭാര്യ കൂടിയായ അഡ്വക്കേറ്റ് P. വസന്തത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്കകത്ത് അതൃപ്തിയുണ്ടായിരുന്നെങ്കിലും ഈ ഘട്ടത്തിൽ പ്രകടമല്ല. LDF ഭരണത്തിന്റെ തുടർച്ചയ്ക്കായുള്ള കാറ്റ് നാദാപുരത്തും തുണയ്ക്കുമെന്നും LDF കരുതുന്നു. ഇടതുപക്ഷം എപ്പോഴും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല, ഒന്നുമില്ല. മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെയുള്ള കഥകൾ ചമയ്ക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു സത്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. തുടർച്ചയായി LDF വിജയിച്ചു പോകുന്ന മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് UDF ചർച്ചയാക്കുന്നത്. വിദ്യാർത്ഥി സമരങ്ങളിലൂടെ ശ്രദ്ധേയനായ KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യം UDF ക്യാമ്പിന് ആവേശമാകുന്നുണ്ട്. സർവ്വമേഖലയിലെയും ജനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് നാദാപുരത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയായി കടന്നു പോകുമ്പോൾ ഓരോ നാട്ടിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും പോകുമ്പോൾ ജനങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. ആ ഹൃദയം നിറഞ്ഞ് അവർ ചേർത്ത് പിടിക്കുന്നത് തന്നെ ഇത്തവണ നാദാപുരം മാറും എന്നതിൻ്റെ ഉറപ്പാണ്. മുണ്ടക്കൈക്കൊപ്പം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുനരധിവാസം നടപ്പിലാക്കാത്തതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാണ്. ജിജീഷ് KC മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.